ശ്രീ ഉല്ലാസ് ബാബു, ഇവിടെ ഇപ്പോൾ സുഭാഷ് കപൂർ മോഡൽ തട്ടിപ്പ് എന്നുള്ളത് കോടതിയുടെ ഒരു സംശയമാണ്. അത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. അതിൽ നമുക്ക് തീർച്ചയില്ല. പക്ഷേ ഈ രാജ്യാന്തര ബന്ധവും അന്തർ സംസ്ഥാന ബന്ധവും ഒക്കെ സംസ്ഥാന പോലീസിനെ കൊണ്ട് അന്വേഷിച്ച് കൂട്ടിയാൽ കൂടുന്നതാണോ? വേറെ ഏജൻസി വേണ്ടി വരുമോ? തീർച്ചയായിട്ടും അഭിലാഷ്, ഒരു മിനിറ്റ് ഒന്ന് പൂർണ്ണമായിട്ട് തരണേ. തീർച്ചയായിട്ടും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരണമെന്നും കൃത്യമായിട്ട് ഈ വിഷയത്തിൽ 30 കൊല്ലത്തോളമുള്ള നിരവധി കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണമെന്നും ഇവിടെ നടക്കുന്ന എല്ലാ വിഷയങ്ങളും കൃത്യമായി അന്വേഷിക്കണമെന്നുള്ളത് തന്നെയാണ് BJPയുടെ ആവശ്യമെന്ന് പറയപ്പെടുന്നത്. പിന്നെ ഒരു കാര്യം വളരെ വ്യക്തമാക്കാം. എന്താണ് ശ്രീ അനിൽകുമാർ, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി, പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു മുരാരി ബാബുവിനെ കൊണ്ടുവന്ന് ഞങ്ങളല്ലല്ലോ, വാസുവിനെ കൊണ്ടുവന്ന് ഭക്തജനങ്ങളാണോ, പോറ്റിയെ കൊണ്ടുവന്ന് ഭക്തജനങ്ങളാണോ, മുരാരി ബാബുവിനെ ശ്രദ്ധിക്കാതിരുന്ന ഭക്തജനങ്ങളുടെ കുറ്റമാണോ, പത്മകുമാറിനെ കൊണ്ടുവന്നത് ഭക്തജനങ്ങളാണോ, ഇമെയിൽ സ്വീകരിച്ചത് ഭക്തജനങ്ങളാണോ, ഇമെയിൽക്കനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് ഭക്തജനങ്ങളാണോ? ഇപ്പൊ അവർക്ക് ബഹുമാനപ്പെട്ട നീതിപീഠവും ശരിയല്ല, ബഹുമാനപ്പെട്ട തന്ത്രിയും ശരിയല്ല, ബഹുമാനപ്പെട്ട ആരും ശരിയല്ല. ആകെ ശരിയുള്ളത് എന്താണ്? ഇവരെടുക്കുന്ന ന്യായീകരണങ്ങൾ മാത്രമാണ് ശരിയെന്നാണ് ഇവരുടെ ആവശ്യം. ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്. എന്താണ് ഇതിനകത്ത് രാഷ്ട്രീയം? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്യാത്തതിന്റെ പേരിൽ നടത്തിയിട്ടുള്ള ഈ കൊള്ള കണ്ടുപിടിച്ചു എന്ന് പറയപ്പെടുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ കാണിക്കുന്ന ഒരു രാഷ്ട്രീയ തട്ടിപ്പ്. രണ്ടാമത്തെ യാഥാർത്ഥ്യമുണ്ട്. യാഥാർത്ഥ്യം എന്താണ്? നേരത്തെ മഹേഷ് ജി പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് ഇതിന്റെ ബോൾഡ് ഉണ്ടാക്കിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഭഗവാനെ, ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങളും, ഡ്യൂപ്ലിക്കേറ്റ് വാതിലുകളും, ഡ്യൂപ്ലിക്കേറ്റ് ദാരുശില്പങ്ങളും, ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഭക്തജനങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് തൊഴുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചു ഈ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാടും ഇവന്മാരുടെ കള്ളന്മാരും ഇവർമാർ നിശ്ചയിച്ച കള്ളന്മാരെ കൂട്ടുനിൽക്കുന്ന കള്ളന്മാർക്ക് കഞ്ഞിവെക്കുന്ന ആളുകളും കൂടിയിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം. അന്വേഷണം കോടതി കൃത്യമായിട്ട് ഇടപെട്ടു. എന്താ സർക്കാരിനെ കൊണ്ട് ഇടപെടിക്കാഞ്ഞത്? സർക്കാർ ഇതിനകത്ത് ഇടപെടിച്ചാൽ, ഇതിൽ കൈയിട്ട് വാരിയാൽ അതിനകത്ത് അഭ്യാസങ്ങൾ ഉണ്ടാകുമെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ അന്വേഷണം ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ്. എന്തായാലും രാജ്യാന്തര ബന്ധം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ SITയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. SIT അതിന്റെ അന്തിമ റിപ്പോർട്ട് നൽകുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ ഒരു സമഗ്ര ചിത്രം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം.